ഒരു പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് നടപടിയെടുക്കുക എന്നുള്ളതൊരു അനിവാര്യതയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തിടുക്കം മൊത്തത്തില് കാണുന്നുണ്ട്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ആനയെ പകൽ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു. പക്ഷെ സാധാരണഗതിയിൽ അതിന്റെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 ദിവസത്തെ ഒരു ഒബ്സർവേഷൻ, പ്രത്യേകിച്ച് അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ആവും പലപ്പോഴും ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഈ മയക്കുവെടി വെച്ച് അതിനെ കുറച്ച് ഒരുപക്ഷെ അവിടെ തന്നെ അതിനെ തളച്ച് വേണ്ട പരിചരണങ്ങൾ കൊടുത്തിട്ട് അതിന് മുറിവൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു ട്രാൻസ്ലൊക്കേഷൻ നടത്തിയിരുന്നുവെങ്കിൽ ഈ അപകടത്തിൽ നിന്നൊരു പക്ഷേ ഒഴിവാകാമായിരുന്നു. കാരണം ഒരു പകൽ മുഴുവൻ സ്ട്രെസ്സിലായിരുന്ന ആനയെ മയക്കി അപ്പോൾ തന്നെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കണ്ടത്. അരിക്കൊമ്പന്റെ ഒക്കെ കാര്യത്തിൽ കാട്ടിലായിരുന്നുകൊണ്ട് അതിന് വെള്ളം എവിടെ ഉണ്ട്, ഭക്ഷണം എവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, സാവകാശം കിട്ടിയിരുന്നു അല്ലെങ്കിൽ കൊടുത്തിരുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ അതിന്റെ എല്ലാം കൂടിയുള്ള ആകത്തുക ആ സ്ട്രെസ് അതിന്, പ്രത്യേകിച്ച് അല്പ ദിവസം മുമ്പേ അതിനെ മയക്കുകൂടി വെച്ച് റേഡിയോ കോളർ ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ആ റേഡിയോ കോളർ ശരീരത്തിലുള്ളതിന്റെ ഒരു പരിചയക്കുറവ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥയും ഒക്കെ ആകെ ആന ഒരു സ്ട്രെസ്സിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പരിചയക്കുറവിന്റെ കാര്യം, അവിടെ ഡോക്ടർമാരുണ്ടായിരുന്നു. ഈ ഡാർട്ട് ചെയ്യുന്ന തോക്ക് ഉപയോഗിച്ച്, മയക്കുവെടി തോക്ക് ഉപയോഗിച്ച് ആ ഡാർട്ട് എയ്ത് വിടുന്നത് പരിചയസമ്പന്നരായ ആർക്കും ചെയ്യാം. പക്ഷെ അവരല്ല, അവിടെയുള്ള ഡോക്ടർമാരാണ് അതിന്റെ ബാക്കി കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഉള്ളത്. പരിചയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡോക്ടർ ഈശ്വരൻ, പരിചയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം ഈ സെക്കൻഡ് ഡോസ് ഒക്കെ 2 ഡോസ് കൊടുക്കുന്ന അടുത്ത് നിന്നിട്ട് പോലും ഡോസ് പോലും പിഴവ് സംഭവിക്കുന്നതായിട്ടൊക്കെ ആദ്യം തോന്നി. മാത്രമല്ല ഇത് കൈകാര്യം ചെയ്തതിന്റെ ഒരു കൂടിയാലോചനകളൊക്കെ അപ്പോഴപ്പോൾ നേരത്തെ അരിക്കൊമ്പന്റെ വിഷയത്തിലൊക്കെ നമുക്കൊന്ന് അറിയാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് പോലും ഒരു കൃത്യത ഇല്ലാതെ പോയി എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? അതൊന്നും പാടില്ലാത്തതാണ്. ഒരു വളരെ ജനവാസ ഉള്ള ഒരു മേഖലയിൽ ഇറങ്ങുമ്പോൾ ഒരു സമയക്കുറവൊരു പ്രശ്നമല്ലേ? അതെ, പക്ഷേ ഈ പരുവപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ആനയും നമുക്ക് നിന്ന് തരുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. കാരണം സാധാരണ ഒരു ടെറൈനിലേക്ക് എത്തിക്കുക എന്നൊരു വലിയൊരു ചലഞ്ചാണ്. അതിനെ ട്രാക്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. പിന്നീട് ഈ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക്, ഭൂപ്രകൃതിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചൊന്നും ഇവിടെ ഇല്ലായിരുന്നു. സമയം ഒരു പ്രധാന പ്രശ്നമായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ. അപ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യണമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഈ ട്രാങ്കുലൈസേഷന് ശേഷമുള്ള ഒരു മാനേജ്മെന്റ് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ട്രാൻസ്ലൊക്കേഷൻ അത്ര ധൃതിപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ ഇതിനെ അവിടെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ കാടിനടുത്ത് എവിടെയെങ്കിലും നിർത്തി പരിചരിക്കുന്നതിനുള്ളൊരു സാഹചര്യക്കുറവ് അല്ലെങ്കിൽ ഒരു സൗകര്യക്കുറവും ഒരുപക്ഷെ ഉണ്ടാവാം. തീർച്ചയായിട്ടും വനംവകുപ്പ് പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുന്ന സാഹചര്യത്തിൽ ആന ഉൾപ്പെടെയുള്ള ജീവികളെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അടിയന്തരമായി എത്തിച്ച് പരിചരിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സൗകര്യം കൂടുതലായിട്ട് വേണം എന്നുള്ളതിലേക്കും കൂടിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് വിരളിച്ചുകൊണ്ടുവന്നത്. ശരി, വളരെ